ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് ആണ് വണ്ടി കേട്ടോ. നമുക്ക് നിലവിൽ എൻജിൻ വർക്ക് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ജനറൽ സർവീസ്, ഫ്രണ്ട് ഫോർക്കിൻ്റെ പൈപ്പ് കാര്യങ്ങൾ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, കോൺസെപ്റ്റ്, അങ്ങനെ അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിലുള്ള വർക്ക് ഉണ്ടായിരുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ എൻജിൻ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ കിറ്റ്, ക്ലച്ച് ഡിസ്ക്, ടൈമിംഗ് ചെയിൻ അടക്കം, ഗിയർ ബോക്സ് ബെയറിംഗ് അടക്കം മാറ്റി ചെയ്തേക്കണ വർക്കാണ്. അത് ഒരു വർഷത്തെ വാറണ്ടിയിൽ നമ്മൾ ചെയ്തേക്കണതാണ് ഈ എൻജിൻ വർക്ക് കേട്ടോ. എൻജിൻ വർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഷം വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് നമുക്ക് അതിൻ്റെ വാറണ്ടി പീരീഡ് വന്നത്. ആദ്യം വന്നത് ഏതാണോ അത്, അതായത് ഇപ്പോൾ ഒരു വർഷമാണ് ഓട്ടം കുറവാണെങ്കിൽ വർഷം കണക്കാക്കി വരും. ഓട്ടം അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ 12,000 കിലോമീറ്ററാണ് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. അതെന്ന് പറയുക ഒരു വർഷത്തേക്ക് നമുക്ക് വാറണ്ടി ഇടാം. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ 3 പെയ്ഡ് സർവീസും ഒരു ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങും വരുന്നുണ്ട്. എല്ലാം നമ്മൾ ചാർജബിളാണ്. കാരണം ഫസ്റ്റിലത്തെ നമ്മൾ പുതിയ വണ്ടിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമല്ലോ, ഒരു 1000 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഓയിൽ ചേഞ്ച്, ഫിൽറ്റർ ക്ലീനിങ് ഒക്കെ വരും. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. കാരണം നമ്മളിപ്പോൾ എഞ്ചിൻ അഴിച്ചിട്ട് റീസെറ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റിയേക്കുന്നത് തന്നെ ആണെങ്കിൽ പോലും നമുക്ക് ഈ അഴിച്ച് റീസെറ്റ് ആയേക്കണത് കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. പിന്നെ അത് കൂടാണ്ട് കമ്പൽസറി ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു വർക്കാണ് എഞ്ചിൻ്റെ ഓയിലിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അത് ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്ലച്ച് കവറൊക്കെ അഴിക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സ്ക്രീൻ ഫിൽറ്റർ വരാം. അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം നമ്മളിപ്പോൾ എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തുടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പൊടി പോലെ ഈ തുണിയുടെയോ കോട്ടൺ വേസ്റ്റിൻ്റെയൊക്കെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫിൽറ്ററിനകത്ത് വന്ന് ബ്ലോക്ക് ആവും. തന്നെയല്ല നമുക്കതിൻ്റെ റോട്ടർ ഫിൽറ്ററും കൂട്ടത്തിൽ തന്നെ ക്ലീൻ ചെയ്ത് വിടണം. പിന്നെ ഓയിൽ പമ്പിങ്ങിൻ്റെ കേസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടൈമിങ്, വാൽവ് ക്ലിയറൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കുകൾ നമുക്ക് അതിനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റിലത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററാണ് ആദ്യത്തെ ഒരു മെയിൻ്റനൻസ് വരാം. അതിനകത്ത് നമ്മൾ എൻജിൻ ഓയിൽ മാറണം, ഫിൽറ്റർ ക്ലീനിങ് ഒക്കെയാണ് വരിക കേട്ടോ. അതിനുശേഷം നമുക്കിപ്പോൾ എൻജിൻ വർക്ക് തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ ഈ മാസം തുടങ്ങിയിട്ട് പ്ലസ് 4 മാസം കൂടുമ്പോൾ 4, 8, 12 അങ്ങനെ 3 സർവീസുകൾ നമുക്ക് പെയ്ഡ് സർവീസായിട്ട് വരും. അതിനകത്തും മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്ത് പോകണം. ഈ പറഞ്ഞ രീതിയുടെ പെർഫോമൻസ് കറക്റ്റായിട്ട് എഞ്ചിൻ വർക്ക് ആവുന്നുണ്ട്, ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല, ഫയറിങ് കറക്റ്റാണ്, ഇതെല്ലാം നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിക്കടെ ജനറലായിട്ട് സർവീസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ കൂട്ടത്തിക്കടെ ചെക്ക് ചെയ്ത് പോവുകയും ചെയ്യും. അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ വാറണ്ടി പീരീഡിലുള്ളത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നമുക്ക് ഈ 3 സർവീസുകൾ നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാവണം. എന്തെങ്കിലും ഒരു ക്ലെയിം വരില്ല, ബൈ ചാൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു വാറണ്ടി ക്ലെയിമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ സർവീസ് ഹിസ്റ്ററി കറക്റ്റായിരിക്കണം. കറക്റ്റായിട്ട് ചെയ്ത് പോകണ വണ്ടി, അതുകൊണ്ട് തന്നെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. എന്നാലും നമ്മളതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിയത്തെ വർക്ക് ചെയ്തെന്ന് കഴിയുമ്പോൾ T4 കഴിച്ച വണ്ടി ഉള്ളിൽ തന്നെ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഫോർക്കിൻ്റെ 2 പൈപ്പ് കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാർബറേറ്ററിൻ്റെ ഉള്ളിൽ പെട്രോൾ കിടന്ന് ഇങ്ങനെ മെൽറ്റായ ഒരു അവസ്ഥയിൽ ഒരു ദ്രവിച്ച പോലെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലിരിക്കണേ. പേടിച്ചാണ് അഴിച്ച് ക്ലീൻ ചെയ്തത്. കാരണം ഇങ്ങനത്തെ കേസിലൊക്കെ വന്നു കഴിയുമ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാറുണ്ട് ചില കേസിൽ തന്നെയും. ചില വണ്ടികൾക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് വരും, ഓവർഫ്ലോൻ്റെ പ്രശ്നം. അത് നമ്മുടെ വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഴക്കമുണ്ട്. കാർബറേറ്ററിൻ്റെ ഉള്ളിലാണ് പറഞ്ഞ പോലെ ഒരു ദ്രവിച്ച ഒരവസ്ഥയിൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതും. അപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്തു. വായുവശ നിലവിൽ ഇപ്പോൾ ഓവർഫ്ലോ ഒന്നും വന്നിട്ടില്ല, പക്ഷേ അങ്ങനെ വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. പ്രത്യക്ഷത്തിൽ ഇതില്ല, ഞാൻ നോക്കിയായിരുന്നു. ഞാൻ ഇന്നലെ ഇട്ടു, അതിന് കുറേ നേരം ചെക്ക് ചെയ്തിട്ട്. കാരണം വണ്ടാണെങ്കിൽ കൈയോടെ വരേണ്ടതാണ്, ഓവർഫ്ലോ ഉണ്ടെങ്കിൽ കൈയോടെ വരേണ്ടതാണ്. ഇതുവരെ കാണിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് അതിപ്പോൾ കോമൺ ആണ്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോളാണ്. അത് എത്തനോൾ മിക്സ് ചെയ്തേക്കണോണ്ടായതുകൊണ്ട് തന്നെ ഈ അലുമിനിയം ബോഡിയൊക്കെ ദ്രവിക്കുന്ന ഒരു പ്രശ്നം, അതാണ് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്നേക്കണേ. അപ്പോൾ ആ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഓവർഫ്ലോ കാണിച്ചിട്ടില്ല. കാണിച്ചാൽ ഈ പറഞ്ഞ രീതിയുടെ കാർബറേറ്ററിൻ്റെ കേസ് മാറ്റി എന്തെങ്കിലും മിക്സ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ, ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. പിന്നെ നമുക്കതിൻ്റെ ചെയിൻ്റെ ഭാഗം നമ്മൾ ചെയിൻ തൽക്കാലം ടൈറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ചെയിൻ ഒരു ഓവർലാപ്പിംഗ് ഉണ്ട് ചെറുതായിട്ട്. എന്നാൽ വരുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ടൈറ്റ് ചെയ്ത് ഓടിക്കുമ്പോൾ പ്രശ്നം കാണുന്നില്ല. പക്ഷേ ചെയിൻ്റെ കണ്ടീഷൻ അത്ര ഹെൽത്തി അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഓവർലാപ്പിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്താലും ചെറിയൊരു ലൂസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് നിർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാം കൂടി വരുമ്പോൾ അല്ലെങ്കിൽ എമൗണ്ട് ഇങ്ങനെ കയറി വരാണ്. അതുകൊണ്ട് തന്നെ ചെയിൻ തൽക്കാലം അപ്പോൾ ഒരു മഴക്കാലമായിട്ട് കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ചെയിൻ അത്രയും കൂടി ലൈഫ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് കൂടിയാണ്. ഇപ്പം നോക്കാം, ഇനി ഒരു രക്ഷയില്ല.
ചെയിൻ സൗണ്ട് കാര്യങ്ങളായിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ ഫസ്റ്റിലത്തെ സർവീസിന്, അതായത് ഫിൽറ്റർ ക്ലീനിനൊക്കെ കയറുമ്പോൾ പറയണ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ മാറ്റാം. അതല്ലെങ്കിൽ ഫസ്റ്റ് സർവീസിന് വരുമ്പോൾ എന്തെങ്കിലും നോക്കിയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ആ കൂട്ടത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാനുണ്ട്, ബില്ലാക്കാനുണ്ട്, അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയ വേരിയേഷൻസൊക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ക്യാം ഷാഫ്റ്റ് കംപ്ലയിൻറ്റ്, അങ്ങനത്തെ 1-2 ഐറ്റംസ് നമുക്ക് പുറമേ നിന്ന് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് ഇടണേക്കാൾ ഒരു സെപ്പറേറ്റ് വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ റേറ്റിലൊക്കെ ചെറിയ വേരിയേഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ലിനകത്ത് ചെറിയൊരു വ്യത്യാസം വരും എന്തെങ്കിലും കേട്ടോ. പിന്നെ അതിൻ്റെ മാറ്റിയേക്കണ പാർട്സുകൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. അതിൻ്റെ ഏകദേശം ഇത്ര സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ മാറ്റിയേക്കണം. ഫോർക്കിൻ്റെ പൈപ്പ് രണ്ടെണ്ണം മാറ്റി ഇട്ടിട്ടുണ്ട്. ഇത് ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ മൊത്തം പൊടിഞ്ഞു പോയിരുന്നു. ഇതേ അവസ്ഥയിലായിരുന്നു. എയർ ഫിൽറ്ററൊക്കെ മാറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ക്ലച്ച് ഡിസ്ക് സെറ്റ് ചെയ്യണം, ആ ക്ലച്ച് ബെല്ല് അത് നമ്മൾ ലേത്തി കൊടുത്ത് മാറ്റിയാണ്, അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കാർബേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പാണത്, എയർ ഹോസ്. അത് ഫുൾ ഹാർഡായിട്ട് കാർബേറ്ററിന് ഉള്ളിലേക്ക് തന്നെ കയറാനായിട്ട് നമ്മൾ ഒരുപാട് തല്ലി കയറ്റി കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ കൂടെ എയർ വലിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കിക്കർ അസംബ്ലി, കിക്കറിൻ്റെ മില്ലിങ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കിക്കറിൻ്റെ മില്ലിങ്ങും കിക്കർ ആ ആമും മാറ്റിയിട്ടുണ്ട്. ഈ മില്ലിങ് കംപ്ലയിൻ്റുള്ള ഈ ഷാഫ്റ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ക്യാം ഷാഫ്റ്റ് ഓൾറെഡി തേമാനം വന്ന് നല്ല രീതിയിൽ ഇതായിരുന്നു. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ തേമാനമാണ്. അപ്പോൾ ഇത് നമ്മൾ പോളിഷ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ അത്രയും ഭാഗം എടുത്ത് പോകണം. അപ്പോൾ കറക്റ്റ് ഫയറിങ് കറക്റ്റ് ആവില്ല, വണ്ടി ഓടിക്കാറ് സ്മൂത്ത് ഉണ്ടാവില്ല, കമ്പർഷൻ ലീക്കേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, മൈലേജ് ഷോട്ട്, അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും ഇതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ മാറ്റേണ്ടി വന്നത് കേട്ടോ. പിന്നെ ഓയിൽ പമ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എത്ര വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ 300-320 ഉള്ളൂ. കാരണം എഞ്ചിൻ ഓയിൽ ഉള്ളിൽ പമ്പിങ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ചെറിയൊരു ഫ്ലോ വേരിയേഷൻ കാണിച്ച കാരണം അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയാണ് കേസാണ് ഇതൊക്കെ കേട്ടോ. എഞ്ചിൻ സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ കേസുകളൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ വാൽവ് മാറ്റിയാണത്, വാൽവും അതിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ, സാധനങ്ങൾ മാറ്റിയാണ് നമുക്ക് അതിൻ്റെ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി വാട്ടർ സർവീസ് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കോൺടാക്ട് ചെയ്യാം. നമുക്ക് വൈകിട്ടത്തേക്ക് വണ്ടി എടുക്കാം എന്തായാലും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ അതിൻ്റെ വാറണ്ടിയുടെ ഡീറ്റെയിൽസ് അതിൽ ഇവിടുന്ന് കൃത്യമായിട്ട് എഴുതി തരാം, അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യാം. അതും പ്രകാരം നമുക്ക് അങ്ങോട്ട് ആഫ്റ്റർ സർവീസ് കമ്പൽസറി ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും വരില്ല, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കാരണം വെച്ചാൽ നമ്മൾ പാർട്സുകളൊന്നും തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ഡാമേജുള്ള പാർട്സുകളെല്ലാം തന്നെ മാറ്റി പുതിയ കിട്ടാനാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയുടെ ഓയിൽ ലീക്കേജിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഗ്യാസ്കറ്റുകൾ, ഓറിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലീക്കേജ് എന്തെങ്കിലും കാണിച്ചെങ്കിലേ ഉള്ളൂ. അതാണെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സർവീസിനുള്ളിൽ തന്നെ കാണിക്കും. അതായത് ഫസ്റ്റ് ഫിൽറ്റർ ക്ലീനിങ്ങിനുള്ളിൽ തന്നെ വരും. കാരണം നമ്മൾ അഴിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചില കേസിലൊക്കെ വരാറുണ്ട്, വരുമെന്നല്ല വരാറുണ്ട്. വന്നാൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ബില്ലായി കഴിയുമ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ.